നോസിൽ കട്ടാവില്ലേ പെട്രോൾ 7.5 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാണ്. എമൗണ്ട് ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്നത്, അതായത് 8 കിലോമീറ്റർ എന്ന് പറയുന്നത് ഞാൻ പോകുന്നു. ഇതാണ് കുതിരാൻ ശ്രീധർമ്മ. അപ്പം 50.1 കിലോമീറ്റർ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ ഇതുവരെയായിട്ട് ഞാൻ നോക്കാത്ത ഒരു കാര്യമായിരുന്നു. ഒരു ഏകദേശ കിലോമീറ്റർ ആയിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. FI സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഞാനിത് വറ്റിക്കാനായിട്ട് നിൽക്കണില്ല. അത്രയും റിസ്ക് എടുക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. ട്രിപ്പിൽ 50 എടുക്കണേ. അപ്പോൾ നമുക്ക് മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഹൈവേ തന്നെയാണ്. എത്രത്തോളം പോവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ 51.6 മീറ്റർ ആയിട്ടുണ്ട്. വണ്ടിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഴക്കാലമായി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വണ്ടിയും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വണ്ടിയുടെ കോൺസെറ്റ് പോയി, പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കോൺസെറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതായിരുന്നു പ്രശ്നം. അപ്പോൾ കോൺസെപ്റ്റ് മാറുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് ഒരുപാട് നാളായിട്ട് ഞാൻ നോക്കിക്കിടന്ന വെച്ചൊരു കാര്യമാണ് ഇതിൻ്റെ ടീ സ്റ്റമ്പിൻ്റെ ത്രെഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൂളില്ലാത്തത് കൊണ്ട് അടിച്ചടിച്ച് ഇങ്ങനെ കയറ്റുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് വെട്ടി കയറാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ത്രെഡും കൂടി പോയത് കൊണ്ട് ഞാൻ ആ ടീ സ്റ്റമ്പ് പറഞ്ഞ പുതിയത് വാങ്ങി. അതിനുശേഷം ഞാൻ ആ ഒരു ഇത് റീപ്ലേസ് ചെയ്ത് കളഞ്ഞു. ടീ സ്റ്റമ്പ് അപ്പാടെ ഞാൻ റീപ്ലേസ് ചെയ്തു. ഒരു കുഴപ്പങ്ങളൊന്നുമില്ല. നോർമലി എങ്ങനെയാണോ ഇപ്പോൾ നല്ല രസമുണ്ട് ഓടിക്കാനാണെങ്കിലും മറ്റ് ഇതാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. ഇപ്പോൾ ഓടിക്കാൻ ആ ഒരു ടൈറ്റ്നെസ് ഒന്നുമില്ല ഇപ്പോൾ സ്റ്റിയറിങ്ങിൻ്റെ ആ ഭാഗത്തൊന്നും. ഹാൻഡ്ലിങ് പക്കയായിട്ടുണ്ട്, കുറച്ചും കൂടി അടിപൊളിയായിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ നമുക്കിപ്പോൾ കൈവിട്ട് ഓടിക്കാനേ പറ്റുന്നുണ്ടായില്ല. ഒരു സൈഡിലേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകുമായിരുന്നു. കാരണം സ്റ്റിയറിങ് വന്നിങ്ങനെ സെൻറ്ററിൽ ഇങ്ങനെ ഹോൾഡായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റൈഡും കംഫർട്ടബിലിറ്റി ആ ഒരു ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പീഡൊന്നും ഞാനിവിടെ ഒന്നും കണി കാണാറില്ല. ഈ ഒരു റൂട്ടൊക്കെ ഞാൻ പോകുന്നത് എങ്ങനെ പോയാലും ഒരു 80-85 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് പോകാറ്. പിന്നെന്തോ മൈലേജ് നോക്കുന്നതിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം മേ ബി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ആലോചിച്ചത്. കാരണം പണ്ട് നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോൾ, അതായത് നമ്മുടെ പാലക്കാട്, മലമ്പുഴ, വേളാങ്കണ്ണി, പഴനി, അങ്ങനെ കൊടൈക്കനാലിലൊക്കെ ടൂർ പോകുന്ന സമയത്ത് നമ്മൾ ഈ കുതിരാൻ പോകുന്ന റൂട്ടിൽ അവിടെ ഒരു അമ്പലം കണ്ടിട്ടുണ്ട്. ഒരു അയ്യപ്പ ക്ഷേത്രം, കുതിരാൻ ക്ഷേത്രം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ 2-3 വട്ടം ഞാനിങ്ങനെ പോയ സമയത്തും അത് എവിടെയാണ്, അതിൻ്റെ ആ റൂട്ട് എങ്ങനെ പോകേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്കിന്ന് എന്തായാലും ആ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ പറഞ്ഞ ആ ഒരു അമ്പലം, നമ്മുടെ കുതിരാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം, അത് ഈ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ റൂട്ടായിരുന്നു മുന്നേ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരുന്നു വെച്ചത്. ഇപ്പോൾ അതെല്ലാം കട്ട് ചെയ്തു. എന്നാ ബ്ലോക്കായിരുന്നു ഇവിടെ ഈ ഒരു സമയത്തൊക്കെ. പാലക്കാട് ആ ഒരു ഏരിയയൊക്കെ പോകുന്ന സമയത്ത് അന്നേ ബ്ലോക്കൊക്കെ ആയിരുന്നു ഇവിടെ. ഈ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ബ്ലോക്കില്ല, ഒന്നുമില്ല. ദൈവമേ, ഈ ആട് പറഞ്ഞ പോലെ തന്നെയല്ലേ നോക്കി. കാരണം വണ്ടികളുടെ ആ ഒരു പോക്കും കാര്യങ്ങളും ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ശാന്തതയാണ് ഇവിടെയൊക്കെ. ഇപ്പോഴും കിലോമീറ്റർ ഞാൻ സ്പീഡൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. ജസ്റ്റ് 40, 55, 60, 65 ആ ഒരു കിലോമീറ്ററിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നത്. എക്കോണമി വിട്ട് ഞാൻ പോയിട്ടില്ല ഇപ്പോഴും. മൈലേജ് എന്താ അവസ്ഥയാവുമെന്ന് നമുക്കുള്ളത് നോക്കാം. മഴ ഇതാണ് കുതിരാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഭഗവാനെ, സെറ്റ്. അപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. എവിടെ വെച്ചിട്ടാണ് ആ ഒരു കട്ടിങ് വന്നേ നോക്കാം.
ഇവിടെ കയറിയപ്പോഴത്തേക്കും തണുപ്പടിച്ചു തുടങ്ങി. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഗ്ലൗ പോലും ഭയങ്കര തണുപ്പിലാണ് നിൽക്കണേ, നല്ല തണുപ്പുണ്ട്. ഹേയ്, ഇവിടെയൊക്കെ ഫുള്ള് ഫോറസ്റ്റായി. ഇവിടെയൊക്കെ വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ബട്ട് ഇവിടെ വെച്ചിട്ട് നമ്മുടെ റോഡ് കട്ടായി. പിന്നെ തുരങ്കപാത അതിൽ കൂടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് റോഡ് കട്ടായി. അയ്യോ, ഇവിടെ നല്ല മഴയാട്ടോ. ഇതെന്ത് തേങ്ങ, ഫോറസ്റ്റ് റേഞ്ച് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല മഴയാണ്. മഴ പെയ്തു തുടങ്ങി. ഷോ, ക്യാമറ പണിയാവും. ഒരു കുത്തിരാൻ മല, കുത്തിരാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഭഗവാനെ, അപ്പോൾ അങ്ങനെ നമ്മൾ കുതിരാൻ അത് കണ്ടു. കുറേ നാളായിട്ട് വിചാരിക്കുന്നൊരു കാര്യമാണ് അവിടെ ഒന്ന് പോകണം എന്ന്. കയറാൻ പറ്റില്ല, തൊഴാനൊന്നും പറ്റൊന്നുമില്ല. കാരണം ബൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ട്, പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നോൺ വെജ് കഴിച്ച്. അപ്പോൾ നേരം അവിടെ കയറാൻ പറ്റില്ല. ഇപ്പോൾ 86.9 മീറ്റർ, അതായത് 86 കിലോമീറ്ററും 900 മീറ്ററും ഇപ്പോൾ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 87 മഴ കാരണം മഴ മിക്കവാറും പണിയാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. മഴയുണ്ട്, നല്ല മഴയുണ്ട്. നമുക്ക് ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാം. മഴ പോയി. മഴ പെയ്യും, കുറച്ച് സ്ഥലങ്ങളിൽ മഴ പെയ്യും, കുറച്ച് സ്ഥലങ്ങളിൽ മഴ പെയ്യത്തില്ല. ഫോറസ്റ്റിൻ്റെ ഓരോരോ കളികളെ എന്താ പറയാല്ലേ. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ഉണ്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ഒരു സ്ഥലത്തേക്ക്. ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെപ്പോഴും പോയിരിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് നാളായി യാത്രകളൊക്കെ ചെയ്തിട്ട് ഒന്ന് റീഫ്രഷ് ആവാൻ എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട്. പിന്നെ എന്തായാലും മൈലേജ് ഒന്ന് നോക്കണം. എന്തായാലും ഇത് 100 ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്യൂലൊന്ന് ഫില്ല് ചെയ്യാം. ഫ്യൂൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് മൈലേജിൻ്റെ ആ ഒരു എത്ര പെർ ലിറ്ററിൽ നമുക്ക് എത്ര കിട്ടും എന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. റോഡ് കൺസ്ട്രക്ഷൻസൊക്കെ കാരണം ഇപ്പോഴും ഡൈവേഷൻസ് ഉണ്ടാവും. എനിക്ക് ഒന്ന് ആസ്വദിച്ച് വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അടുത്ത ഡൈവേഷൻ വരും. നല്ല രീതിയിൽ ഡൈവേർട്ട് ചെയ്താണ് ഇപ്പോൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5 കിലോമീറ്റർ എക്സ്ട്രാ ഓടേണ്ടി വന്നു പെട്രോൾ പമ്പ് അന്വേഷിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ബങ്കർ കണ്ടു. ഇപ്പോൾ നമുക്ക് അവിടെ കയറിയിട്ട് ഫുൾ ടാങ്ക് ഫ്യൂവൽ ഒന്നും കൂടി ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഫുൾ ടാങ്ക് ഉണ്ട്, നമുക്കതൊന്ന് ഫില്ലപ്പ് ചെയ്യാം. നോസിൽ കട്ടാവൂലേ? പെട്രോൾ ഉണ്ട്, അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓ 112.92 അല്ലേ? ഇപ്പോൾ പാലക്കാട് വരെ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഏകദേശം നമുക്ക് നോക്കാനായിട്ട് സമയമായി. ഫ്യൂല് ബങ്കറിൽ കയറി നമ്മൾ ഫ്യൂല് ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര മൈലേജ് ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 5.5 മൈനസ് 50.1, അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 55.4 എന്നൊരു സംഖ്യയാണ് നമുക്ക് കിട്ടുക. അത്രയും കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. അതിന് ഡിവൈഡഡ് ബൈ ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നത് 1.06, അതായത് ഇവിടെ ഈ ഒരു വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുന്നത് 55.4 ഡിവൈഡഡ് ബൈ 1.06 ഈക്വൽ ടു 52.26. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൈലേജ് എന്ന് പറയുന്നത് പെർ ലിറ്റർ, അതായത് നമ്മുടെ മൈലേജ് എന്ന് പറയുന്നത് 52 കിലോമീറ്ററാണ്
പെർ ലിറ്ററിൽ നമുക്ക് മൈലേജ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്ര തന്നെ ഉള്ളൂ. ഒരുപാട് നാളായിട്ട് നോക്കണം എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു മൈലേജ് ടെസ്റ്റ് ഇന്നങ്ങോട്ട് നോക്കിക്കളയാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഹാപ്പി, വണ്ടി ഹാപ്പി, നിങ്ങൾ ഹാപ്പി, എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളായിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ദ ഫ്യൂൽ എൻജിനിയർ 613. സ്റ്റേ ട്യൂൺ. ബൈ.